കോർപ്പറേഷന്റെ ഭരണം പിടിച്ചതാണ് അവർ വലിയ നേട്ടമായി കാണുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പിടിച്ചെങ്കിലും പക്ഷേ ഇപ്പോൾ മേയറെ തീരുമാനിക്കുന്നതിൽ ബിജെപിയിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വി രാജേഷിനും ആർ ശ്രീലേഖയ്ക്കും പുറമെ ചർച്ചയിലേക്ക് കൂടുതൽ പേരുകൾ എത്തുകയാണ്. VG ഗിരികുമാറിന്റെയും കരമന അജിത്തിന്റെയും പേരുകളാണ് ഉയർന്നിരിക്കുന്നത്. രാജേഷ് അല്ലെങ്കിൽ ഗിരികുമാറിനെ പരിഗണിക്കണമെന്നാണ് RSSന്റെ നിർദ്ദേശം. മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകുന്നതിൽ പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഡെപ്യൂട്ടി മേയർ ഏതായാലും വനിതയാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ശ്രീലേഖയെ പരിഗണിക്കുകയാണെങ്കിൽ 3 പേർ, വി രാജേഷ്, കരമന അജിത്ത്, ഗിരികുമാർ, ഇതിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക? വി രാജേഷിന്റെ പേരിനാണ് കൂടുതൽ പരിഗണനയെങ്കിൽ പോലും മറ്റുള്ളവരെയും തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായിട്ടും വിനീത, വി രാജേഷിന്റെ പേര് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. മാത്രമല്ല രാജേഷിന്റെ പേരിനോട് സംസ്ഥാന നേതൃത്വത്തിൽ ഏറെക്കുറെ ഒരു ഭൂരിഭാഗം നേതാക്കൾക്കും എതിർപ്പില്ലായിരുന്നു താനും. അതായത് മുൻപുണ്ടായിരുന്ന നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാണെങ്കിൽ പോലും ഇപ്പോൾ നേതൃത്വത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും അടുപ്പം പുലർത്തി പോകുന്ന ഒരാൾ കൂടിയാണ് വി രാജേഷ് എന്നുള്ളത് കൊണ്ട് മറ്റ് എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. പക്ഷേ രാജേഷിന്റെ പേര്, ശ്രീലേഖയ്ക്ക് അപ്പുറത്തേക്ക് രാജേഷിന്റെ പേര് മാത്രമായി ചർച്ചകൾ മാറിയപ്പോഴാണ് മറ്റു ചില പേരുകൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ചില നേതാക്കൾ രംഗത്ത് വരുന്നത്. അതിൽ ആദ്യം വന്ന പേര് കരമന അജിത്തിൻ്റെതാണ്. അതായത് അജിത്ത് കഴിഞ്ഞ 3 തവണയായി കൗൺസിലറാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ നഗരസഭ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും ജനകീയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ് കൂടിയാണ് കരമന അജിത്ത്. ഇത്തവണ പോലും 2000-ലധികം വോട്ടിനാണ് ഒരു വാർഡിൽ നിന്ന് കരമന അജിത്ത് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ജനകീയനായ ഒരാളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, അതായത് ഈ കോർപ്പറേഷൻ ഭരണം നിലനിർത്തി പോകുന്നതിന് അത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് ചില നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ തന്നെ എത്തുകയുണ്ടായി. പക്ഷേ RSSന്റെ നിലപാട് അതിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ RSS പറയുന്നത് പക്ഷേ കരമന അജിത്തിന്റെ പേരല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ വി രാജേഷ്, അതല്ല വി രാജേഷിനെ പരിഗണിക്കാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യം നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ VG ഗിരികുമാർ എന്ന് പറയുന്ന മുൻ RSS നേതാവും ഇപ്പോൾ BJPയുടെ വല്യവിളയിൽ നിന്ന് ജയിച്ച ആ വ്യക്തി കൂടിയായ ഗിരികുമാറിനെ പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ 3 പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. നാളെ ഉച്ചയോടുകൂടി തന്നെ ഇതിലൊരു അന്തിമ തീരുമാനമാകും എന്ന് പറയുമ്പോൾ പോലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. വിനീത, ശരി, ഏതായാലും വി രാജേഷ്, ഗിരികുമാർ, കരമന അജിത്ത്, ശ്രീലേഖ എന്നിവരുടെ പേരുകൾ തന്നെയാണ് സജീവമായി നിൽക്കുന്നത്. ഓക്കണം, ഡെപ്യൂട്ടി മേയർ വനിതയായിരിക്കും. അതുകൊണ്ട് മേയർ എന്നത് ആരായിരിക്കുമെന്നാണ് ചോദ്യം. നാളെ തീരുമാനമാകുമെന്നാണ് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതാ രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുക തന്നെയാണ്. നമുക്ക് അതിലേക്കൊക്കെ എത്തണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓരോരുത്തരായി ചേരുന്നുണ്ട്. നമ്മുടെ ഫാസിലുണ്ട്, മനോഹരൻ ചേട്ടനുണ്ട്, പാവ ഉണ്ണിക്കുട്ടനുണ്ട്. അങ്ങനെ എല്ലാവരും കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട്. വലിയ ചൂടേറിയ ചർച്ചകളും കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. അതിലെന്തായാലും